ഡോക്ടർ ഹക്കീം അസരിയാണ് ഇപ്പം പുതുതായി ആ ചർച്ച എടുത്തിട്ടത്. അതുകൊണ്ട് തന്നെ അവിടെ ഒന്ന് ഇടക്ക് കയറി പറയാം. അൻപരി മോന്റെ ഹക്കീം അസരി എല്ലാ ചർച്ച ആദ്യം ഇവിടെ കൊടുന്നേ. നിങ്ങളിന്ന് അത് പറഞ്ഞുകൊണ്ടിരിക്കണ പാണക്കാട് ഹൈദരലി ശാബ്ദങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഹൈദരലിതങ്ങൾ ആ വിഷയം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായോ? പിന്നെ ഇപ്പൊ നിങ്ങളും അത് പറഞ്ഞ വേറൊരാളാണ് ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ. ജിഫ്രി തങ്ങൾ ഇപ്പൊ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ആരാ പറയാത്തോ? എന്നിട്ട് എന്താ പറയാല്ലേ? ഹക്കീം അസരിന് മാത്രം പറയല്ലേ, ഹക്കീം അസരിന് മുമ്പ് പറഞ്ഞാലോ ഒലക്ക ഓലെ പറ്റി തീരുമാനം പറയും. എന്നിട്ടിപ്പോ വേറൊരു ഇത് പറയുന്നുണ്ട്, അതിനും കൂടി ഞാൻ പറഞ്ഞേക്കാം. അന്നാരെ പണിക്ക് ഏൽപ്പിച്ചേ എനിക്ക് എന്താ എടുത്താൽ പോരെ? നല്ല ഒരു അഭിപ്രായമാണത്. അത് നടപ്പിലാക്കാൻ നല്ലൊരു തീരുമാനം പല സ്ഥലങ്ങളിലും ഏപ്പിക്കാര പള്ളിയിൽ ബാങ്ക് വേണ്ടെന്ന് വെച്ചാൽ. കാരണം എന്താ? നിങ്ങളെ ഉദാഹരണം പെട്ടെന്ന് എൻ്റെ മനസ്സിൽ കോട്ടപ്പുറം നോക്കി. നിങ്ങൾ കോട്ടപ്പുറത്ത് ഇപ്പം എങ്ങനെയാണ് പള്ളി? അവിടെ ആദ്യകാലത്തുള്ള ഈക്കപ്പള്ളി അവിടെ ഉണ്ട്. അന്ന പാലത്തിന് ഏൽപ്പിച്ച എനിക്ക് പള്ളികളുണ്ടോ? നിങ്ങളെ ഗ്രൂപ്പിലേക്ക് എത്ര പള്ളിയുണ്ട്? ഏതെങ്കിലും നിങ്ങൾ ആലയത്തിൽ ഇപ്പം പള്ളിയുടെ പേരിൽ ഏതെങ്കിലും ബിൽഡിംഗ് ഉണ്ടാക്കി കാണും. അല്ലാതെ ഈ ഭൂലോകത്ത് നിങ്ങൾ നടത്തുന്ന പള്ളി ഭൂലോകത്തുണ്ടെങ്കിൽ ഇല്ലല്ലോ. പിന്നെ ചിന്നജിതി ഏതോടനെ? പിന്നെ കൊട്ടപ്പുറം മാത്രമല്ല, ഇതിപ്പോ കുന്നുംപുറം വരികയാണെങ്കിലേ ഇതോടെ നിസ്കരിക്കാൻ കയറില്ലേ? കൊട്ടപ്പുറത്തിന്റെ അളവൊക്കെ പറഞ്ഞല്ലോ. എന്നാ കുന്നുംപുറത്ത് പാടോ? എന്റെ നാടാ കുന്നുംപുറം. എനിക്കറിയാം വന്നു വരവട്ടം. ഈ കുന്നുംപുറത്ത് ആദ്യമുള്ള പള്ളി ആയിരുന്നാ? കൊല്ലങ്ങളോളം എന്നെക്കാട്ടും പ്രായം ഉണ്ടാവും ആ പള്ളിക്ക്. എന്റെ ചെറുപ്പത്തിൽ തന്നെ ആ പള്ളിയുണ്ട്. അതിന് തൊട്ട 2 ബിൽഡിങ്ങിന്റെ ഇപ്പുറത്ത്, കൊട്ടപ്പുറത്ത് റോഡിന്റെ അപ്പുറപ്പുറല്ലേ, കുന്നുംപുറത്ത് 2 ബിൽഡിങ്ങിന്റെ ഇപ്പുറത്ത് പള്ളി എടുത്താരാ? ഇതിന് താങ്ങിക്കൊണ്ട് നടക്കുന്നത് അല്ലേ? അപ്പൊ പറയണേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയാണ്ടാവും. പൂമണ്ണവാ നമ്മുടെ അടുത്ത പ്രദേശാ പൂമണ്ണ. അവിടെ ആദ്യമുള്ള പള്ളി ഏതാ? പിന്നടുത്ത പള്ളി ഏതാ? അപ്പൊ അന്നതിൽ എടുക്കണ്ട, ഞങ്ങൾ തമ്മിൽ തീരുമാനിച്ചോണ്ട് ഇജ്ജ് ഇതിൽ ഇടപെടണ്ട. ഒരു പള്ളിയും ഈ ഭൂലോകത്ത് അള്ളാഹ് ദുനിയാവിലില്ലാത്ത ഇജ്ജ് പിന്നെ എങ്ങനെയാടോ? ഒരു മഹല്ല് പോലും ഇല്ലാത്ത അന്ന ആരെങ്കിലും അധികാരപ്പെടുത്തി? ഈ വിഷയത്തിൽ ഇടപെടണ്ട, ഞങ്ങൾ തീരുമാനിച്ചോണ്ട് ആരൊക്കെ എവിടെയൊക്കെ ഓഫാക്കണം എന്നുള്ളത് ഞങ്ങൾക്കറിയാം കേട്ടോ. അത് ഞങ്ങൾ തമ്മിൽ കണക്ക് തീർത്തോണ്ട് അന്ന ഇത് ആരും ഏൽപ്പിച്ചിട്ടില്ല. ഉണ്ടായിരുന്നാ മതി കേട്ടോ. അങ്ങനെ പറയാൻ ഞങ്ങൾക്ക് കൂടെ പറയണ്ടേ? ഇതെന്താ മനസ്സിലാക്കിയത്? എനിക്ക് കൊട്ടപ്പുറം മാത്രമുള്ള അറിയിക്കാരം. ഞങ്ങൾ ഈ ദുനിയാവിൽ ജീവിക്കാമല്ലോ, മനസ്സിലാക്കിക്കോ. അപ്പൊ അങ്ങോട്ടും കൂടെ ഒക്കെ വേണ്ടി വരും. അതൊക്കെ ഞങ്ങൾ തമ്മിൽ തീരുമാനിക്കുക. ഇജെന്റെ പണിയെടുത്താൽ മതി. അരക്കടി ഒരു പള്ളിക്ക് ഉണ്ടെങ്കിലേ ആദ്യം മഹലൊക്കെ ഉണ്ടാക്കാൻ നോക്കാനായി. എന്നിട്ട് വാ ഈ വിഷയത്തിൽ കടവറ. എനക്കെന്ത് പൂച്ചക്ക് എന്തോ പൊന്നിർത്തിട്ട് കാര്യം? എനക്കെന്താ വിഷയത്തില്? അത് പള്ളിയുള്ള ആളുകൾ പള്ളി നടത്തുന്നവരും മുമ്പ് തീരുമാനിച്ചു തരും. ആരൊക്കെ ഓഫാക്കാം, ആരൊക്കെ മൈക്ക പുറത്ത് വിടണം, എങ്ങനെയൊക്കെ വിടണം കേട്ടോ. അന്നെ ഏൽപ്പിച്ചിട്ടില്ല. വേറെ ഓനോട് പോയി പണിയാക്കാൻ പറയാം. പൂച്ചക്കെന്താ പൊന്നു നോക്കണോടത്തെ? ഒരു നിസ്കാര പള്ളിയും കൂടി ഇല്ലാതെ ഈ ബാനറും മൈക്കിയും ടാർപ്പായും വിക്കാസും കമ്പിയും ചട്ടിയും പായസച്ചെമ്പും ബിരിയാണി ചെമ്പും സായിബുൽ ബക്കറ്റും ഇല്ലാതെ ഓനൊരു ഒലക്കിയില്ല. പോകാൻ പറയാനോടെ. ആ പള്ളി അങ്ങോട്ട് കൂടി കിടക്കാൻ തോന്നുന്നുണ്ട്. അല്ല പറഞ്ഞിട്ട് ഇങ്ങോട്ട് പള്ളിന്റെ പണി നടന്നേനി. ഇപ്പം പാതി വരും നിർത്തിയത് കേട്ടു. പിന്നെ തുടങ്ങിയോ അറിയില്ല. കാടും കൂടി കിടന്നേനി. വലിയൊരു ബാട്ടാ പള്ളി എന്ന് പറഞ്ഞിട്ട് തുടങ്ങി പൊതികം നിർത്തിയെന്നാ കേട്ടോ. ഇനി എന്തായി അറിയില്ല. അപ്പൊ പോയി നടക്കണ്ടോ ഇല്ല അല്ല. മുമ്പ് അതിന് ഫോട്ടോ ഒക്കെ നമ്മുടെ ഗ്രൂപ്പിലൊക്കെ വന്നിരുന്നു. നാഴ്ചക്കാടും കാടും കൂടി കിടക്കണേ ഓരോ കയ്യിലുള്ള ആകളുടെ പള്ളിയാണ് അത്. ഫോട്ടോ ഞാനത് നേരിട്ട് കണ്ട ആളാണ്. ഞാനത് പോയിട്ട് നേരിട്ട് കണ്ട ആളാണ്. കാട് മൂടിയിട്ട് അപ്പോൾ പള്ളി ഉണ്ടായിക്കോട്ടെ, നിസ്കാരമൊക്കെ ഉണ്ടായിക്കോട്ടെ, പഴയ പള്ളിയിൽ ബാങ്ക് നിലനിർത്തുക. അല്ലെങ്കിൽ ഇനി മസ്ലഹത്തിന്റെ ഭാഗമാണെങ്കിൽ ഇപ്പുറത്ത് നിലനിർത്താൻ മറ്റത് ഓഫാക്കുക. അപ്പൊ നമ്മളിത് പറഞ്ഞാൽ പറയില്ല, അത് പ്രവൃത്തിബോധത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കണം. അതിന് മുൻകൈ എടുത്ത് ഞങ്ങളാണ് നടപ്പിലാക്കേണ്ടത്. അത് ഞങ്ങൾ എന്താ ചെയ്തോണ്ട് എന്റെ വക്കാലത്തിന്റെ ഒരു ആവശ്യമില്ല. മനസ്സിലായോ? ഇജാര വക്കാലത്ത് വരെയാണ്. എനിക്ക് എന്താ അവകാശം? എനിക്ക് എന്തെങ്കിലും മഹല്ല പള്ളി ഉണ്ടോ? ഏതെങ്കിലും ബിൽഡിംഗ് നിങ്ങൾ ആശ്രമത്തിൽ വെച്ചിട്ട് കാണും. അതിനെ പറ്റില്ല ചർച്ച. മഹല്ലായിട്ട് ഒരു പള്ളി ഇങ്ങനൊരു ശ്രാന്തി ഉണ്ടെങ്കിൽ മോന്റെ എവിടെയെങ്കിലും പറയാൻ പറ്റിയത് ഉണ്ടോ? പിന്നെ ആരെന്നെ ഏൽപ്പിച്ച്? അത് ഞങ്ങൾ തീരുമാനിച്ചോണ്ട് ഏത് ഓഫാക്കണ്ടെന്നല്ലേ ഞാനോട് പറഞ്ഞു. ആദ്യത്തിൽ നിർത്തിറങ്ങി വലുതുമ്പോൾ ഞങ്ങൾക്കും വരണ്ടേ കേട്ടോ. അത് ഞങ്ങൾ ഒരു പറയട്ടേന്ന്, അതിന്റെ ആളുകൾ പറയട്ടോ. പിന്നെ ആദ്യം ചെയ്യേണ്ടത് ആരാന്നുള്ളതൊക്കെ ആദ്യം പറഞ്ഞല്ലോ തീരുമാനിക്കേണ്ടത്. മനസ്സിലായോ? ഇത് ആദ്യം പറഞ്ഞ ആളുകളുണ്ടല്ലോ. ഞാൻ പോസ്റ്റിലിട്ടു സുപ്രഭാതം റിപ്പോർട്ടർ ചാനലിൽ. ഇതിലൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് ഈ വിഷയം പറഞ്ഞ ആളുകളെ പോസ്റ്റർ ആ ന്യൂസ് ഇവിടെ ചാനലിൽ വന്നിട്ടുണ്ട്. അതൊക്കെ എടുത്ത് നോക്കുക ആദ്യം അപ്പൊ അക്കീമജിന്റെ മേത്തേക്ക് മാത്രം കയറില്ലേ? അപ്പൊ അത് ഞങ്ങളുടെ കയ്യിലുണ്ട്. ആദ്യം ആരാ പറഞ്ഞുള്ളൊക്കെ അത് ഞങ്ങൾ ഓരോട് പറഞ്ഞോണ്ടിരുന്നേ. പൂച്ചക്ക് പൊന്നെടുത്തോണ്ട് എന്ത് കാര്യമോ? അനക്കെന്തോ ടാത്തപ്പനത്ത് മത്സര പോയിക്കൊന്ത് ശങ്കരാന്തി പറഞ്ഞ അനക്കെന്ത് പള്ളി? അനക്ക് പള്ളിച്ചല്ലോ, മഹല്ലിച്ചല്ലോ, മദ്രസല്ലോ, എന്റെ ആശ്രമത്തിലല്ലോ. അത് ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? പാണക്കാട്ടും പോവും, പട്ടിക്കാടും പോവും, ഈ ദാരുൽ ഹുദയിലും പോവും, ഞങ്ങൾ എവിടെയും പോവും. നിങ്ങൾ എന്തിനാ ഞങ്ങളെ ബാക്കിൽ സൈക്കിൾ എടുത്ത് വരുന്നത്?